ഇന്ന് നമുക്ക് നല്ല ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 300 ഗ്രാം പൊട്ടാറ്റോ നന്നാക്കി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ക്യാരറ്റ് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഇതിലേക്കായി അടുത്തത് വേണ്ടത് 50 ഗ്രാം ഗ്രീൻ പീസ്, 100 ഗ്രാം ബീൻസ്, 250 ഗ്രാം കോളിഫ്ലവർ നന്നാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തു, 6 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 6 പീസ് ഏലക്കായ എടുത്തിട്ടുണ്ട്, 6 പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 6 പീസ് ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. കൂടാതെ 3 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ബീൻസ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. പാത്രം മൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ബോയിൽ ചെയ്തെടുത്ത പൊട്ടാറ്റോ പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ പീസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 10 പീസ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കിഴങ്ങ്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി ഇതിലേക്ക് തേങ്ങാപ്പാലും കാഷ്യൂനട്ട് അരച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ, അഭിപ്രായം അറിയിക്കണേ.